ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശ്രുതിയും സുധിയും നല്ലൊരു ചതിക്കണിയിലാണ് കേട്ടോ വന്ന് പെട്ടിട്ടുള്ളത്. വെറുതെ ഒന്നുമല്ല, 30 ലക്ഷം രൂപയാണ് അവരുടെ കയ്യിൽ നിന്ന് നിന്ന നിപ്പില് നഷ്ടമാകുന്നത്. നമ്മുടെ ശ്രുതിയുടെ മണ്ടത്തരം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അങ്ങനെ വലിയൊരു ഫ്രോഡിന്റെ കയ്യിൽ തന്നെയാണ് ശ്രുതി ചെന്ന് പെട്ടിരിക്കുന്നത്. നമ്മുടെ സച്ചിക്ക് കാര്യങ്ങൾ അന്നേരം മനസ്സിലാവുന്നുണ്ടെങ്കിലും അത് അവരോട് പറയുന്നുണ്ടെങ്കിലും ആരും സമ്മതിക്കുന്നില്ല കേട്ടോ. കാരണം സച്ചിക്കൊരു കുശുമ്പ് കൊണ്ട് പറയുന്നതാണെന്നൊക്കെ തോന്നുന്നുള്ളൂ. അങ്ങനെ ഒരാള് പറ്റിച്ചിട്ട് വാടകയ്ക്ക് ഇങ്ങനെ വീടുകൾ പോയി എടുക്കും. എന്നിട്ട് സ്വന്തം വീടാണെന്നും പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് തട്ടി വ്യാജ എഗ്രിമെന്റുകളൊക്കെ കാണിച്ച് ക്യാഷ് തട്ടി മുങ്ങുന്ന 2 ദമ്പതികളാണ് കേട്ടോ അവരുടെ മുന്നിൽ വന്ന് പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു മാസത്തേക്കിന് വാടകയ്ക്ക് എടുത്ത വീടാണ് വിൽക്കാനാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ നിന്നും 30 ലക്ഷം രൂപയും തട്ടിയെടുത്തുകൊണ്ട് വിശ്വനാഥൻ എന്ന് പറഞ്ഞ് അങ്ങേരും അങ്ങേരുടെ ഭാര്യയും കൂടിയിട്ട് കളിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയും പൊട്ടിക്കരയാണ്. ഒപ്പം ചന്ദ്രമതിയും. യഥാർത്ഥ ഓണർ വന്ന് അവരുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോലും തയ്യാറാവാതെ പൊട്ടിക്കരയുന്ന ചന്ദ്രമതിയെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അങ്ങനെ ശ്രുതിക്ക് 10 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടുന്നതോടുകൂടി ശ്രുതിയുടെ ഫ്രണ്ട് ആനന്ദ് പറഞ്ഞതിന്റെ പ്രകാരം 5 കോടി രൂപ വിലയുള്ള വീട് 3 കോടി രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയും കൂടിയിട്ട് ആ വീടൊക്കെ പോയി കാണുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതിയാണെങ്കിൽ തറയിലൊന്നുമല്ല ഇപ്പോൾ ഉള്ളത്. എൻ്റെ ശ്രുതിമോളും കൂടി വലിയ ബംഗ്ലാവൊക്കെ മേടിച്ചിരിക്കുകയാണല്ലോ. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ സ്വപ്നം സാക്ഷാത്കരിച്ചതെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയും നല്ല രീതിയിൽ മതിമറന്നങ്ങ് നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതിയും കൂടിയിട്ട് പോയി ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടല്ലോ അവരെ പോയി കണ്ടിട്ട് ഒരു എഗ്രിമെന്റ് പേപ്പറൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. വീടിന്റെ പട്ടയം ആധാരവും ഒക്കെ ആണെന്നും പറഞ്ഞിട്ട് അതൊന്നും നേരെ ചൊവ്വനൊന്ന് ചെക്ക് ചെയ്യുന്നു പോലും ഇല്ല ശ്രുതിയൊന്നും. കാരണം വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണല്ലോ. ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെ അവര് നല്ല രീതിയിൽ കബളിപ്പിക്കുന്നുണ്ടെങ്കിലും 5 കോടി രൂപ വിലയുള്ള ആ വില്ല ഒരുപാട് പേര് ചോദിച്ചതാണെങ്കിലും 3 കോടി രൂപയ്ക്കാണ് ഞങ്ങളത് വിൽക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോലും ഒരു സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാതെ ശ്രുതിയും കൂടിയിട്ട് എല്ലാം സമ്മതിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആദ്യം ഒരു 5 ലക്ഷം രൂപ ഒരു അമ്പലത്തില് ഒരു പുനലൂർ അമ്പലത്തിൽ കൊണ്ടു തരണമെന്ന് അയാള് പറയുന്നുണ്ട്. ബാക്കി 25 ലക്ഷം രൂപ 2 ദിവസം നിങ്ങൾ ഫാമിലി ആയിട്ട് വന്ന് ഈ വീടിനുള്ളിൽ താമസിച്ചതിന് ശേഷം ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളോ ഉണ്ടോന്നൊക്കെ നോക്കിക്കണ്ടതിന് ശേഷം തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ആ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും നല്ല ഒരു മണ്ടനെ തന്നെയാണ് നമ്മുടെ മുമ്പിൽ ദൈവമായിട്ട് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും 1.5 ലക്ഷം രൂപ ഇനി ആ ഓണർക്ക് കൊടുത്തിട്ടേ എത്രയും പെട്ടെന്ന് 30 ലക്ഷം രൂപയും മേടിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തടിയൂരണമെന്നൊക്കെ അവര് തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ നമ്മുടെ ശ്രുതിയും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ശ്രുതിയാണെ പറയുന്നുണ്ട് ഞാൻ സ്വർഗത്തിലാണോന്ന് പോലും തോന്നുവാണെന്നൊക്കെ. അങ്ങനെ രാവിലെ തന്നെ പൂജാമുറിയിൽ നിന്ന് മണിയടി ശബ്ദം കേട്ടിട്ട് എല്ലാവരും എഴുന്നേറ്റ് വരികയാണ് കേട്ടോ. കാരണം രേവതിയാണല്ലോ സ്ഥിരമായിട്ട് പൂജയൊക്കെ ചെയ്യാറ്. അപ്പൊ രേവതി ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് എല്ലാവരും വരുന്നത്. എന്നാൽ പൂജാമുറിയിൽ നിൽക്കുന്ന ആളെ കണ്ടിട്ട് എല്ലാവരും ഷോക്കാവുകയാണ്. കാരണം ശ്രുതിയാണ് പൂജ ചെയ്തുകൊണ്ട് എല്ലാവരോടും ചന്ദനം എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും കൊണ്ടും കുറിയൊക്കെ തൊടിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താടാ നീ ഇന്നെന്താ വിശേഷമായിട്ട് നീ പൂജ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട് നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ദൈവത്തിനോട് നന്ദി പറയണമല്ലോന്നേ. ഈ സമയം രവി ചോദിക്കുന്നുണ്ട് അല്ലടാ നിനക്കിപ്പോ എന്താ നല്ല കാര്യം സംഭവിച്ചിരിക്കുന്നത്? അതെ, എല്ലാവരും പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ പോയിരിക്കും, ഞാൻ വന്നിട്ട് കാര്യങ്ങൾ പറയാന്നും പറഞ്ഞ് ശ്രുതി പ്രാർത്ഥിച്ച വിളക്കെല്ലാം കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ചതിന് ശേഷം എല്ലാവരുടെയും അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് അന്നേ ഞാനൊരു 5 കോടി രൂപ വിലയുള്ള വീടിനെ പറ്റി പറഞ്ഞിരുന്നില്ലേ,
അത് ഞങ്ങൾ മേടിക്കാൻ തന്നെ തീരുമാനിച്ചു എന്നേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഞങ്ങൾ ആ വീട് പോയി കണ്ടിരുന്നു, നല്ല വീടാണെന്നൊക്കെ പറയാനേ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാവാണല്ലേ. എൻ്റെ മക്കൾ അത്രയും വലിയ ബംഗ്ലാവ് മേടിക്കാൻ പോവല്ലേ, എൻ്റെ സുതിമോനെ കൊണ്ട് അത് കഴിയുമെന്ന് എനിക്കറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ സന്തോഷിക്കാനേ. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, അതെ 5 കോടി രൂപ വിലയുള്ള ആ വീട് അദ്ദേഹം എനിക്ക് 3 കോടി രൂപ വിലയ്ക്ക് തരാന്ന് പറഞ്ഞിരിക്കുന്നേനെ. ഈ സമയം സച്ചിക്കുന്നുണ്ട്, അല്ല 5 കോടി രൂപ വിലയുള്ള വീട് നിനക്കെന്തിനാ 3 കോടി രൂപ വിലയ്ക്ക് തരുന്നതെന്ന്. സച്ചി ഈ ഒരു സംശയം എല്ലാവരുടെയും മുമ്പിൽ വെക്കുന്നുണ്ട്. കാരണം 5 കോടി രൂപ വിലയുള്ള വീട് സാധാരണയായിട്ട് എല്ലാവരും മതിപ്പ് വിലയേക്കായാലും കൂടുതൽ വിലയ്ക്കാണല്ലോ വിൽക്കുക. എന്തെങ്കിലും പ്രശ്നം ആ വീടിന് കാണുമെന്ന് പറയണേ. ഈ സമയം ശ്രീകാന്തും പറയുന്നുണ്ട്, സച്ചിയേട്ടൻ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും എത്ര കച്ചവടക്കാരാണെങ്കിലും ഒരു 10-25 ലക്ഷം രൂപയൊക്കെ കുറച്ച് വിറ്റെന്ന് വരാം എന്നും പറഞ്ഞ് 2 കോടി രൂപയ്ക്കൊക്കെ നഷ്ടത്തിന് ആരെങ്കിലും കച്ചവടങ്ങൾ നടത്തുവോ? അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, ഒന്നെങ്കിൽ അതൊരു പ്രേതവീടായിരിക്കും, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം കാണുമെന്നേ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്കും പെട്ടെന്ന് ഒരു ടെൻഷൻ ആവുന്നുണ്ട്. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നീ അതൊന്നും കേൾക്കാൻ നിൽക്കണ്ട, നമ്മളൊരു ഏതൊരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ കുറുകെ സംസാരിച്ചുകൊണ്ടിരിക്കുമെന്നേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇനി കുറുകെ സംസാരിക്കുന്നില്ല, നീ എന്താന്ന് വെച്ചാൽ കാര്യം പറയുന്നു പറയണേ. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, ആ വീടിന് ഞങ്ങൾ 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാൻ പോവാന്ന് പറയണേ. അപ്പോഴേക്കും സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല 3 കോടി രൂപ കൊടുക്കാനൊക്കെ നിന്റെ കയ്യിലുണ്ടോ? അല്ല ഇനി അതുവല്ല നിന്റെ മലേഷ്യയിലെ അമ്മായിപ്പന് തരാന്ന് പറഞ്ഞോന്നേ. ഇത് കേൾക്കുമ്പോൾ തന്നെ ചന്ദ്രമതി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് വന്നോന്നേ. അതൊന്നും അല്ലാന്ന് ശ്രുതി പറയുന്ന സമയത്ത് ചന്ദ്രമതി ഇരുന്നിടത്ത് തന്നെ അങ്ങ് ഇരിക്കുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, അതൊന്നും അല്ല, ഇപ്പോ 30 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുത്താൽ മതി, പിന്നീട് 6 മാസത്തിന് ശേഷം ബാക്കി പൈസ കൊടുത്താൽ മതിയെന്നേ. അപ്പോഴേക്ക് രവിക്കുന്നുണ്ട്, അല്ല ശ്രുതി ഇപ്പോ 30 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് നിന്റെ കയ്യിലുണ്ടോ? അല്ലച്ചാ 10 ലക്ഷം രൂപ അഭിലാഷ് സാറ് തന്ന പ്രോഫിറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്, പിന്നെ ബാക്കി 20 ലക്ഷം കുറെ സബ് ഡീലേഴ്സ് എനിക്ക് പൈസ തരാനുണ്ട്, അവരത് തരാമെന്നും വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ പൈസ കൊടുത്തിട്ട് അഡ്വാൻസ് എഗ്രിമെന്റ് എഴുതാന്ന് ഓർത്താ പിന്നെ നാളെ തന്നെ ഞാൻ 5 ലക്ഷം രൂപ അമ്പലത്തിൽ വെച്ച് അഡ്വാൻസ് കൊടുക്കും, അതിനുശേഷം 2 ദിവസം നമ്മൾ ആ വീട്ടിൽ പോയി താമസിക്കുമെന്നിങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. ഈ സമയം ശ്രീകാന്തും വർഷയും പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകാനൊക്കെ അവിടെ നിന്ന് പോകാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വീക്കെൻഡിൽ ഞങ്ങൾ വന്ന് കണ്ടോളാം, നിങ്ങൾ പോയിക്കൊള്ളാനേ. ഈ സമയം ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, അല്ലെങ്കിലും എൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ ആർക്ക് സമയം കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിണങ്ങി പോവാണല്ലോ. അപ്പൊ ചന്ദ്രമതി അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്, ശ്രുതി നീ ദേഷ്യപ്പെടല്ലേ എന്നും പറഞ്ഞേ. ഈ സമയം സച്ചിൻ രേവതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത്, ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോന്ന് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ വർഷയെ മാറ്റി നിർത്തിക്കൊണ്ടുപോയി രേവതിയും ശ്രീകാന്തിനെ മാറ്റി നിർത്തിക്കൊണ്ടുപോയി സച്ചിൻ സംസാരിച്ച് എല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ആ വീട്ടിലേക്ക് പോവാന്ന് സമ്മതിക്കുന്നുണ്ട് 2 ദിവസത്തിന് വേണ്ടിയിട്ട്. ഈ സമയം രവി പറയുന്നുണ്ട്, എടാ ശ്രുതി എല്ലാം ധൃതി വെച്ചിട്ട് പെട്ടെന്ന് എടുപിടിയെന്ന് നോക്കി കണ്ടു ചെയ്യാതെ ചെയ്യല്ലേ, എന്തായാലും എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ശ്രദ്ധിച്ച് തീരുമാനം എടുക്കണമെന്നേ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ നിങ്ങൾ എന്തിനാ രവിയേട്ടാ എല്ലാത്തിനും അത് ഇതെന്നും പറഞ്ഞിട്ട് തടസ്സം പറയുന്നത്? പണ്ടുള്ള കാലത്തെ പോലെ നിങ്ങൾ പൈസ വന്നിട്ട് ചെയ്യാന്നും പറഞ്ഞിരുന്ന ഒന്നും നടക്കില്ല എന്നൊക്കെ പറയുകയാണേ. ഈ സമയം ശ്രുതിയും പറയുന്നുണ്ട്, അച്ഛാ ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയും കണ്ട് തന്നെയാണ് ചെയ്യുന്നതെന്നേ. അങ്ങനെ പിറ്റേ ദിവസം കാണിക്കുന്നത് രേവതി ആണെങ്കിൽ ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മി അമ്മയുടെ കടയുള്ളത് ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിലാണല്ലോ. അവിടെ ചെന്നിട്ട് രേവതി ഇങ്ങനെ ലക്ഷ്മി അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രേവതിക്ക് മണ്ഡപ ഡെക്കറേഷന് വേണ്ടിയിട്ട് ബാക്കി ബാലൻസ് പൈസ കിട്ടിയിരുന്നല്ലോ, അതിൽ നിന്നൊരു വിഹിതം വീട്ടിലും കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ രേവതി. ഈ സമയം ശ്രുതിയും കൂടിയിട്ട് അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ രേവതി ഒന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി ഇവിടെയെന്നേ? അല്ല ഞങ്ങൾ വീട് വാങ്ങിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അതിന്റെ അഡ്വാൻസ് പൈസ കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയാനേ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അത് നല്ല കാര്യമാണ് ശ്രുതി, ഇവിടെ ഒരു പൂജയും കൂടി ചെയ്തിട്ട് ക്യാഷ് അഡ്വാൻസ് കൊടുക്ക്, വേണമെങ്കിൽ ഞാൻ വന്ന് പറയാന്ന് പറയാനേ.
അപ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അമ്പലത്തിൽ എന്തായാലും നിങ്ങളുടെ റെക്കമെൻഡേഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അത് ഞങ്ങൾ തന്നെ ചെയ്തോളാന്നും പറഞ്ഞിട്ട് ശ്രുതി ഒരുമാതിരി പുച്ഛിച്ചിട്ട് അങ്ങ് പറയുകയാണേ. ഈ സമയം ലക്ഷ്മി അമ്മയും പറയുന്നുണ്ട്, ശ്രുതി അമ്പലത്തിലേക്ക് വേണ്ട മാലയൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. ഇവിടെ നിന്ന് എടുത്തിരുന്നെങ്കിൽ ഞാൻ പൈസ പോലും വാങ്ങിക്കില്ലായിരുന്നല്ലോ, നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, അതെ ദൈവത്തിന് വേണ്ടിയിട്ട് മേടിക്കുന്ന മാലയല്ലേ, അത് പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് വലിയ കാശുകാരെ പോലെയൊക്കെ ഇങ്ങനെ സംസാരിച്ച് അഹങ്കാരം പിടിച്ചിട്ട് അങ്ങ് കയറി പോകുന്നുണ്ട്. ശ്രുതി അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ലക്ഷ്മിയമ്മ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ ഈ ശ്രുതി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? നമ്മളെല്ലാവരും ഒരു കുടുംബം അല്ലേന്ന് കരുതിയിട്ടാണ് മാലയ്ക്ക് പൈസ വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ, ഒരു കുടുംബമാണെന്ന് നമ്മൾ മാത്രം കരുതിയാ പോരല്ലോ, അമ്മ വാന്നും പറഞ്ഞിട്ട് രേവതി ലക്ഷ്മിയമ്മയും കൂട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണേ. അങ്ങനെ ശ്രുതി ഇങ്ങനെ അമ്പലത്തിനുള്ളിലേക്ക് കയറി പോകുന്ന സമയത്ത് ഒരു കുടത്തിനകത്ത് നിറച്ച് വെള്ളം അവിടെ വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ശ്രുതിയുടെ കാല് തട്ടിയിട്ട് ആ വെള്ളം അങ്ങ് കമിഴ്ന്നു പോകുന്നുണ്ട്. ഈ സമയം ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി നോക്കി വരണ്ടേന്നൊക്കെ. ഞാൻ നോക്കി തന്നെയാ വന്നത്, അറിയാതെയാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു പൂജാരിയും പറയുന്നുണ്ട്, സാരമില്ല നിങ്ങൾ കയറി പോക്കോളൂന്നേ. അങ്ങനെ രേവതിയും ലക്ഷ്മിയമ്മയൊക്കെ താഴെ നിന്ന് കാണുന്നുണ്ട് ഇങ്ങനെ വെള്ളം തട്ടി മറിഞ്ഞു പോയതൊക്കെ. അങ്ങനെ ശരത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഇവരെന്താ ഇവിടെന്നെ? അപ്പോ ദേവു ഉണ്ട് കൂടെ. രേവതി പറയുന്നുണ്ട്, അവര് ഒരു ബംഗ്ലാവ് മേടിക്കാൻ പോവാണ്, 3 കോടി രൂപയുടെ ഹിൽ ടോപ്പിലുള്ള ഒരു ബംഗ്ലാവ്, അതിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി വന്നാണെന്ന്. 3 കോടി രൂപയുടെ എന്ന് ശരത്തി ചോദിക്കുന്ന സമയത്ത് ദേവു പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഭയങ്കര അഹങ്കാരം പിടിച്ചിട്ടാണ് നടക്കുന്നത്, ഇപ്പോൾ ആ ബംഗ്ലാവും കൂടി മേടിച്ച വലിയ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നടക്കുമല്ലോ എന്നിങ്ങനെ പറയുകയാണേ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ലക്ഷ്മിയമ്മയുടെ മുഖം വല്ലാതെ ഇങ്ങനെ വിഷമത്തോടു കൂടിയിരിക്കുകയാണല്ലോ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താമ്മേ അമ്മയുടെ മുഖം വല്ലാതിരിക്കുന്നത്? അല്ല മോളെ, ശ്രുതി ഒരു നല്ല കാര്യത്തിന് വേണ്ടി കയറി പോവാണെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ വെള്ളം തട്ടി മറിഞ്ഞു പോയത് നല്ല ശകുനമല്ലെന്നേ. അമ്മ എന്താ പറയുന്ന? അതേ മോളെ, അതൊരു നല്ല ശകുനമല്ലെന്നാണ് എനിക്ക് തോന്നുന്നേ. ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അയ്യോ അമ്മേ എന്നാൽ ഞാൻ പോയി പറഞ്ഞിട്ട് വരാം, നാളെ വല്ലതും മറ്റന്നാളത്തേന് വല്ലതും അഡ്വാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രേവതി പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുകയാണേ. ലക്ഷ്മിയമ്മ ഈ സമയം പറയുന്നുണ്ട്, മോളെ നീ ഇപ്പൊ പോയി പറഞ്ഞാലും അവരത് കേൾക്കുമെന്ന് തോന്നുന്നില്ല, നീ അസൂയ കൊണ്ട് പറയുന്നതാണെന്ന് വിചാരിക്കൂ. എന്തായാലും മോൾ ഇപ്പൊ പോകണ്ട, അവര് പോയതിന് ശേഷം അത് മറുപരിഹാരമായിട്ട് മോള് പോയൊരു തേങ്ങ ഉടച്ചേക്കെന്നും പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ നമ്മുടെ ദേവുവിനെയും ശരത്തിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും കൂടിയിട്ട് അവരെ പോയി കാണുന്നുണ്ട് കേട്ടോ. അഡ്വാൻസ് മേടിക്കാനായിട്ട് വിശ്വനാഥൻ എന്ന് പറഞ്ഞ അങ്ങേരും വൈഫും കൂടി അവിടെ വന്ന് നിൽപ്പുണ്ടല്ലോ. അങ്ങനെ അങ്ങേര് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ കയ്യിൽ തന്നെ ഇത്രയും വിദ്യാഭ്യാസവും വളർന്നു വരുന്ന ഒരു ബിസിനസ്മാനുമായി നിങ്ങൾക്ക് വീട് തരുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൂ. നിങ്ങൾ വലിയ ആളായി കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നാണ് ഈ വീട് വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ പേരും പറയുമല്ലോ, അതൊക്കെ ഓർത്തിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീട് തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ നല്ല രീതിയിൽ പുകഴ്ത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ശരിയെന്നാ ഞങ്ങൾ അഡ്വാൻസ് തരട്ടെ എന്ന് ചോദിക്കുകയാണെ. അഡ്വാൻസ് തന്നതിന് എഗ്രിമെന്റും കൂടി ഉണ്ടല്ലോ, എന്നാ ഇതിനകത്ത് സൈൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് എഗ്രിമെന്റ് ഒക്കെ റെഡി ആക്കിയിട്ട് ശ്രുതിയും കൂടി ചേർന്നിട്ട് ഈ 5 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, ബാക്കി 20 ലക്ഷം രൂപ സബ് ഡീലേഴ്സിനോട് മേടിച്ച് ഞാൻ തരാന്നേ. അങ്ങനെ ഇത് കൊടുക്കാൻ പോകുന്ന സമയത്ത് രേവതി പെട്ടെന്ന് തന്നെ ശ്രുതിന്ന് വന്ന് വിളിക്കുകയാണ്. ഇവര് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, ഞങ്ങൾ അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നത് നീ കണ്ടില്ലേന്നേ? ഒരു ഇഷ്ടക്കേടോടു കൂടിയാണ് കേട്ടോ ചോദിക്കുന്നത്. ഈ സമയം രേവതി പറയുന്നുണ്ട്, അല്ല ശ്രുതി, നിങ്ങൾ അഡ്വാൻസ് കൊടുക്കാൻ വന്ന സമയത്ത് നിന്റെ കാല് തട്ടി വെള്ളം മറിഞ്ഞിരുന്നല്ലോ, അത് ഒരു നല്ല ശകുനം അല്ലെന്നാണ് അമ്മ പറഞ്ഞതെന്നേ. ഇത് അടുത്ത് നിൽക്കുന്ന എല്ലാവരും കേൾക്കുന്നുണ്ട് കേട്ടോ, ശകുനത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അപ്പോഴേക്കും ശ്രുതിയും പറയുന്നുണ്ട്, അതെ ശ്രുതി, എനിക്കും എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. ഇപ്പോൾ നീ വന്നപ്പോൾ വെള്ളം തട്ടി മറിഞ്ഞില്ലേ, നമുക്ക് അടുത്ത ദിവസം കൊടുത്താലോ എന്ന് ചോദിക്കാനേ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട്, ശ്രുതി എന്തായി പറയുന്നത്? ഞാനിപ്പോ നടന്നു വന്നപ്പോ കാലറിയാതെ തട്ടി വെള്ളം മറിഞ്ഞതല്ലേ, അതും ഇതുമായിട്ട് ഇപ്പൊ എന്താ ബന്ധമുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യപ്പെടുകയാണ്. ഈ സമയം
ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടല്ലോ, അവർക്കൊരു ടെൻഷൻ ഉണ്ട് പൈസ ഇനിയിപ്പോൾ കിട്ടുമോ എന്നുള്ളതേ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് രേവതിയെ കാണിച്ചിട്ട് ഇതാരാണെന്നേ. ഇത് എൻ്റെ അനിയൻ്റെ വൈഫാണെന്ന് പറയാനേ. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട് അതെ റിലേറ്റീവ്സ് ആണല്ലേ, എന്തായാലും നമ്മൾ നന്നാവുന്നത് നമ്മുടെ റിലേറ്റീവ്സിന് അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, അപ്പോ അത് ചിലപ്പോ അസൂയ കൊണ്ട് പറയുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ ക്യാഷ് മേടിച്ചെടുക്കണമല്ലോ, അതിന്റെ ഒരു വെപ്രാളം കൂടിയിട്ട് അവർക്കുണ്ട്. എന്നാലും ശ്രുതി പറയുന്നുണ്ട് സാർ അത് അങ്ങനെയല്ല, ഇവര് സ്ഥിരമായിട്ട് പൂ കിട്ടുന്നതും ഇവരുടെ കടയും ഒക്കെ ഇവിടെ ഉള്ളതാണ്. അപ്പൊ ഈ അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇവക്കറിയാന്ന് പറയാനേ. എന്നാലും അയാൾ പറയുന്നുണ്ട് എന്തായാലും എന്നാ ആയിക്കോട്ടെ, നിങ്ങളുടെ സംസാരമൊക്കെ കേട്ടിട്ട് എനിക്കത്ര ഒരു നല്ല ഫാമിലി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെ കയ്യിലും ഒരു 50 ലക്ഷം രൂപ കൂട്ടി പറഞ്ഞിട്ട് ഒരാള് ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വസ്തു മേടിക്കാനായിട്ട് നിൽപ്പുണ്ട്, ഞങ്ങൾക്ക് ഉടനെ തന്നെ വിദേശത്തേക്ക് പോകേണ്ടതുമാണ്, എന്നാൽ ശരി ഞങ്ങൾ അത് നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ശ്രുതി സമ്മതിപ്പിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് അവര് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശരിയടി അവരെ വിളിക്കെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി മാറിപ്പോയി നിന്നിങ്ങനെ ഫോൺ വിളിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അയ്യോ വേണ്ട സാർ, ഞങ്ങൾ ഇപ്പൊ തന്നെ അഡ്വാൻസ് തന്നേക്കാന്നും പറഞ്ഞിട്ട് എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യിപ്പിച്ചതിന് ശേഷം ശ്രുതിയും കൂടിയിട്ട് ആ അഡ്വാൻസ് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ശരി ഇനി ലോണിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ താക്കോല് തരുന്ന സമയത്ത് ഞാൻ തരാമെന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ആ ക്യാഷുമായിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ അവര് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ഒരു സമാധാനം ഇല്ല, കാരണം രേവതി പറഞ്ഞതിനെ കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കുകയാണല്ലോ. ഈ സമയം ശ്രുതി പറയുന്നുണ്ട് ശ്രുതി എന്താ ഇത്, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത അവള് പറഞ്ഞെന്നും പറഞ്ഞ് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ശ്രുതി ഇങ്ങനെയൊക്കെ ചിന്തിച്ച് സമയം വേസ്റ്റ് ആക്കുവോ? എന്തായാലും അവര് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നന്നാവുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ട് കുശുമ്പ് കൊണ്ട് പറയുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ മനസ്സ് മാറ്റുന്നുണ്ട്. അങ്ങനെ രേവതി അമ്പലത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ലക്ഷ്മിയമ്മ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ ലക്ഷ്മിയമ്മ ചോദിക്കുന്നുണ്ട് എന്താ രേവതി നീ പോയി പറഞ്ഞിട്ട് അവരെന്തെങ്കിലും കുശുമ്പ് കൊണ്ട് പറഞ്ഞതായിരിക്കും എന്ന് കാണുമല്ലേന്നേ. അതേ അമ്മയെന്ന് പറയുമ്പോൾ ഇത് തന്നെയല്ലേ ഞാൻ നിന്നോട് നേരിട്ട് പോയി അവരോട് പറയണ്ടെന്ന് പറഞ്ഞെന്നും പറഞ്ഞ് ലക്ഷ്മി അമ്മയും വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം രേവതിക്ക് ഒരു കോള് വരുന്നുണ്ട്, മണ്ഡപത്തിൽ നിന്നാണ് കേട്ടോ. അങ്ങനെ ആ മണ്ഡപത്തിലെ ആള് പറയുന്നുണ്ട് പുതിയൊരു വിവാഹ പാർട്ടി നിങ്ങളെ കുറിച്ചിട്ട് വന്ന് അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിവാഹത്തിന് വന്നവരാണ് അവര്, നിങ്ങൾ തന്നെ ആ ഒരു സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യണമെന്നും പറഞ്ഞാ വന്നിരിക്കുന്നതന്നെ. ശരി ഞാനിപ്പോ മണ്ഡപത്തിലേക്ക് വന്നേക്കാന്നും പറഞ്ഞ് രേവതി അവിടെ നിന്ന് അങ്ങ് പെട്ടെന്ന് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും അവര് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം നിങ്ങളാണല്ലേ ആ ഡെക്കറേഷൻ എല്ലാം ചെയ്തിരുന്നത്, ഞങ്ങളുടെ മകളുടെ കല്യാണത്തിനും അതേ ഡെക്കറേഷൻ തന്നെ വേണം, ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനിങ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് തോന്നി, അതുകൊണ്ട് നിങ്ങൾ തന്നെ അത് ചെയ്യണമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അവരാണെങ്കിൽ ഒരു സ്ത്രീയാണ് വന്നിട്ടുള്ളത്. അവര് രേവതിയും കൂട്ടിയിട്ട് മാനേജർ ഉണ്ടല്ലോ മണ്ഡപത്തിന്റെ, അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ മാനേജർ ആണെങ്കിൽ സമ്മതിക്കുന്നില്ല, കാരണം രേവതിക്ക് അത് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോ പുതിയൊരു സ്ത്രീ നമ്മുടെ രേവതിക്കും എതിരാളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മണ്ഡപത്തിന്റെ എല്ലാ മണ്ഡപങ്ങളിലും ഡെക്കറേഷനുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ട്. അവരത്യാവശ്യം ഒരു ഗുണ്ടാബലം ഒക്കെയുള്ള നല്ല ഒരു കാശുകാരിയായിട്ടുള്ള ഒരു മേഡമാണ്. ഹേമ എന്നും പറഞ്ഞിട്ട് ഒരു സ്ത്രീയാണ് കേട്ടോ. അപ്പോൾ അവര് നമ്മുടെ രേവതിനെ ഇപ്പോൾ ഓൾറെഡി തന്നെ ശത്രുവായിട്ട് കണ്ടിട്ടുണ്ട്. രേവതിയുടെ നാശത്തിനായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ രേവതി. കാരണം മണ്ഡപത്തിന്റെ ഡെക്കറേഷനുകളൊന്നും ഇനി രേവതിക്ക് കൊടുക്കാൻ പാടില്ലെന്നും പറഞ്ഞ് ആ മാനേജർക്ക് പൈസയും കൊടുത്തിട്ടാണ് അവര് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മാനേജർ സമ്മതിക്കുന്നില്ല, സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആക്കെ ഈ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് അയാൾ തീർത്ത് പറയുന്നുണ്ട്. എന്നാൽ ആ വിവാഹ പാർട്ടി മാനേജറോട് പറയുന്നുണ്ട് അവരയച്ചു തന്ന ഡിസൈനുകളൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഈ കുട്ടി കാണിച്ച ഡിസൈനുകളൊക്കെയാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്നേ. എന്നാൽ മാനേജർ സമ്മതിക്കുന്നേ ഇല്ല കേട്ടോ. എന്നാൽ ആ വന്നിരിക്കുന്ന വിവാഹ പാർട്ടി ആണെങ്കിൽ രേവതിയുടെ ഡെക്കറേഷൻ മതിയെന്നും ഉറച്ച കാലിൽ നിൽക്കുകയാണ്. അങ്ങനെ മാനേജർ ആണെങ്കിൽ ഹേമേനെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഇതാണ് സ്ഥിരമായിട്ട് സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നത്, അവരോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് മാനേജർ ഹേമേനെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഈ സമയം രേവതി കുറേ പറയുന്നുണ്ട് സാർ ഞാൻ നല്ലതായിട്ട് ചെയ്തു കൊടുക്കാന്നൊക്കെ. മാനേജർ അതൊന്നും കേൾക്കുന്നില്ല.
അങ്ങനെ നമ്മുടെ രേവതിയും രേവതിയുടെ എതിരാളിയായിട്ടുള്ള ഹേമയും തമ്മിൽ കണ്ടുമുട്ടുകയാണ് കേട്ടോ. അങ്ങനെ അവർ വന്ന പാടെ ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ ഒരു പ്രശ്നമെന്നേ. അപ്പോഴേക്കും മാനേജർ പറയുന്നുണ്ട് ദേ മേഡം, ഇവരാണ് പുതിയ കല്യാണ പാർട്ടി. ഇവരോട് ഞാൻ മണ്ഡപം ബുക്ക് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ഇവിടെ നിന്ന് തന്നെയാണെന്ന്. എന്നാൽ ഇവര് പുതിയൊരാളെയും കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയാനേ. ഇത് കേൾക്കുമ്പോഴേക്കും ഹേമ പറയുന്നുണ്ട് അതെ, ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്നത് എല്ലാ വിവാഹം കാര്യങ്ങൾക്കും സ്റ്റേജും കാര്യങ്ങളും ചെയ്യുന്നത് ഞങ്ങളാണ്. അപ്പൊ പിന്നെ പുതിയതായിട്ടൊന്നും മാറ്റാൻ പറ്റില്ലെന്ന് പറയുമ്പോഴേക്കും ആ സ്ത്രീ പറയുന്നുണ്ട് അതെ, എന്തായാലും ഈ കുട്ടി കഴിഞ്ഞ കല്യാണത്തിന് ചെയ്തിരുന്ന സ്റ്റേജും ഡെക്കറേഷനും ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞങ്ങള് ഇവരെ കൊണ്ട് ചെയ്യിക്കാന്ന് കരുതിയിരിക്കുന്നതെന്ന് പറയാനേ. എന്നാൽ ഹേമ പറയുന്നുണ്ട് എന്തായാലും ഇവിടെ മണ്ഡപം ബുക്ക് ചെയ്താല് ഞാനായിരിക്കും ഇവിടെ ഡെക്കറേഷൻ ചെയ്യുന്നതെന്നേ. എന്നാൽ അവർ പറയുന്നുണ്ട് അതെങ്ങനെയാണ്, ഞങ്ങളുടെ മകളുടെ കല്യാണത്തിന് പൈസ മുടക്കി ഞങ്ങൾ വിവാഹം നടത്തുമ്പോൾ ആരാണ് സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണെന്ന്. അങ്ങനെ അവരുടെ വാക്ക് തർക്കത്തിന് അവസാനമായിട്ടൊരു ഡീൽ എത്തുന്നുണ്ട്. കാരണം രണ്ടുപേരും എങ്ങനെയാണ് അവരുടെ കൊട്ടേഷനും കാര്യങ്ങളും ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആരെയാണ് അത് തീരുമാനിച്ചോളാനെ. അങ്ങനെ ഹേമയും രേവതിയും അതിന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരാണെങ്കിൽ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു വിവാഹം നടത്തുന്ന പാർട്ടി ഉണ്ടല്ലോ, അവരെയും കൂട്ടിയിട്ട് മണ്ഡപത്തിനുള്ളിലേക്ക് പോകുന്നുണ്ട്. അവർ പറഞ്ഞതിന് പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം രേവതിയാണെങ്കിൽ സ്റ്റേജും ഭിത്തിയും ഓഡിറ്റോറിയത്തിന്റെ ഭാഗങ്ങളിലെല്ലാം അവർ പറഞ്ഞ കറക്റ്റ് അളവും പൂക്കളും എല്ലാം ശ്രദ്ധിച്ച് പറഞ്ഞ് കേട്ട് എഴുതിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ഹേമയാണെങ്കിൽ ഇതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. കാരണം ഇതൊന്നും അവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള മട്ടിലാണ്. രേവതി ഇങ്ങനെ ഫോണിൽ കൂടി പൂവിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതൊക്കെ അവരിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും വേറെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഹേമയുടെ കൂടെയുള്ള ആള് പോയിട്ട് ചോദിക്കുന്നുണ്ട് മാഡം, അവളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് എഴുതിയെടുക്കുകയാണ് മാഡം, ഇതൊന്നും നമുക്ക് ചെയ്യണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം രേവതി ആണെങ്കിൽ എല്ലാം കൂടി കണക്ക് കൂട്ടിയിട്ട് പൂവും പണി ചെയ്യുന്ന ജോലിക്കാരുടെ എല്ലാം കൂടെ ശമ്പളം കൂട്ടിയിട്ട് ഒരു 1,20,000 രൂപ കൊട്ടേഷൻ അവരുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോഴേക്കും ആ ഫാമിലി പറയുന്നുണ്ട് ഇത് അല്പം കൂടുതലാണല്ലോ, ഞങ്ങളൊരു 80,000 രൂപയാണ് കണക്ക് കൂട്ടിയെന്നേ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് അല്ല മാഡം, ഞാനിപ്പോ എന്റെ ലാഭം ഒന്നും എടുത്തിട്ടില്ല. എന്റെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നിങ്ങൾ ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പിന്നീട് ചെയ്താൽ മതി. ഞാൻ എല്ലാം കുറച്ചാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അന്നേ ദിവസം നിങ്ങളുടെ കല്യാണത്തിന്റെ ആ ദിവസം ഒരുപാട് വിവാഹങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പൂവിന് ഡിമാൻഡ് ആയിരിക്കും, പൂവിന് അല്പം വില കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് ഇട്ടേക്കുന്നതെന്നൊക്കെ പറയുകയാണേ. അങ്ങനെ ഈ സമയം ഹേമയുടെ കൊട്ടേഷൻ ഉണ്ടല്ലോ, അതും അവരുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹേമ കൊടുത്ത കൊട്ടേഷൻ കാണുമ്പോഴേക്കും ആ കസ്റ്റമേഴ്സ് ഞെട്ടിപ്പോവാണ് കേട്ടോ. കാരണം 80,000 രൂപ പ്രതീക്ഷിച്ച് വന്ന അവർക്ക് 60,000 രൂപ കൊട്ടേഷൻ ഇട്ടാണ് ഹേമ കൊടുത്തിരിക്കുന്നത്. അപ്പോഴേക്ക് രേവതിയോട് ചോദിക്കുന്നുണ്ട് അല്ല, നിങ്ങൾ 1,20,000 രൂപ പറഞ്ഞെങ്കിൽ അതിന്റെ പകുതി പൈസയ്ക്ക് ഇവർ ചെയ്ത് തന്നേക്കാന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ എന്നേ. ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ഇത് എങ്ങനെയാണ് ഇവർക്ക് എങ്ങനെ സംഭവിക്കാന്ന് എനിക്കറിയില്ല. എല്ലാ പൂവും കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് ഞാൻ ഈ റേറ്റ് പറഞ്ഞത്. ഇവർക്ക് ഈ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതെങ്ങനെ സാധിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവർക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടോന്നും എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ രേവതി പറയാണല്ലോ. ഈ സമയം ഹേമയാണെങ്കിൽ വിചാരിച്ചിരിക്കുന്നത് അല്പം നഷ്ടം വന്നാലും ഈ കൊട്ടേഷൻ വിട്ടു പോകാൻ പാടില്ലെന്നുള്ള ഒരു തീരുമാനത്തിലാണല്ലോ. അങ്ങനെ പറയുന്നുണ്ട് അതെ, എന്തായാലും നിന്നെ ബോധിപ്പിക്കണമെന്നൊന്നും എനിക്കില്ല. നിനക്ക് മാർക്കറ്റിൽ നിന്ന് ഏത് വിലയ്ക്കാണ് പൂ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഈ മേഖലയിൽ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കുറച്ച് വിലയ്ക്ക് പൂക്കൾ തരും. അതുകൊണ്ട് എനിക്ക് കുറച്ച് എമൗണ്ടിന് ഇവർക്ക് ചെയ്തു കൊടുക്കാനും പറ്റുമെന്ന് പറയണേ. ഈ സമയം രേവതി പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ പറഞ്ഞ ഈ തുകയ്ക്ക് ഈ ഡെക്കറേഷൻ ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ വന്നിരിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, അവർ പറയുന്നുണ്ട് എന്തായാലും ഈ കുട്ടിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയില്ലായിരിക്കും. എന്തായാലും മോക്ക് ചെറിയ ഓർഡറുകളൊക്കെ വരുവാണെങ്കിൽ തരാമെന്നും പറഞ്ഞിട്ട് രേവതിനെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിടുകയാണ്. ഈ സമയം ആ ഹേമ വന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് അതെ, നീ ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ, ചെറിയൊരു 10,000 രൂപയുടെയൊക്കെ ഓർഡർ വരുമായിരിക്കും, അതൊക്കെ നീ ചെയ്തു പഠിക്കുന്നേ. അപ്പോഴേക്കും രേവതി ആ സ്ത്രീയോട് മറുപടി ഒന്നും പറയാൻ നിൽക്കുന്നില്ല.
ആ കസ്റ്റമേഴ്സിനോട് പോയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആരുടെയാണോ ഇഷ്ടപ്പെട്ടത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചോളൂ, എന്തായാലും ഇനി എന്തെങ്കിലും ഓർഡറുകൾ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് മാന്യമായിട്ട് അവരെ ഡീൽ ചെയ്തിട്ടാണ് കേട്ടോ രേവതി അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. എല്ലാവരും അവിടെ നിന്നങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഈ ഹേമയുടെ കൂടെ ഒരു ആളുണ്ട്. അയാൾ ചോദിക്കുന്നുണ്ട്, അല്ല മാഡം, ആ പെൺകുട്ടി കറക്റ്റ് ആയിട്ടാണല്ലോ കൊട്ടേഷൻ കൊടുത്തത്. നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ഒരു 2 ലക്ഷം രൂപയെങ്കിലും ആവുമായിരുന്നു. പിന്നെന്താ ഇത്രയും കുറച്ച് നമുക്കത് ചെയ്യാൻ പറ്റുമെന്നേ? അപ്പോഴേക്കും അവർ പറയുന്നുണ്ട്, എടാ നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? നമുക്ക് അത് ചെയ്യാൻ പറ്റില്ലെന്നറിയാലോ. എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവക്കത് കൊട്ടേഷൻ കിട്ടാൻ പാടില്ല. ആ 1 ലക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് അത്രയും കുറഞ്ഞ പൈസക്ക് ചെയ്തു കൊടുക്കാന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവർ പറയുന്നുണ്ട്, അതെ, കല്യാണത്തിന് തലേ ദിവസം വിളിച്ചിട്ട് പൂ എങ്ങും നിന്നും കിട്ടാനില്ല, അതുകൊണ്ട് ഒരു 1.5 ലക്ഷം രൂപയെങ്കിലും വേണമെന്ന് ഞാൻ വിളിച്ചു പറയും. കല്യാണത്തിന്റെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഓർഡർ കിട്ടുകയും ചെയ്യും. അവൾ ഈ മണ്ഡപത്തിന്റെ ഏരിയയിൽ പോലും വരാൻ പറ്റാതെ ഞാൻ അവളെ അവിടെ നിന്ന് തുരത്തുവെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം രേവതിയാണെങ്കിൽ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് ആ മണ്ഡപത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പോവാണല്ലോ. അങ്ങനെ അവിടെ ക്ലീനിങ് ജോലിയൊക്കെ ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്. രേവതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, മോക്ക് ആ ഡെക്കറേഷൻ്റെ ഓർഡർ കിട്ടിയില്ലല്ലേ? എന്തായാലും അങ്ങനെ കിട്ടില്ലെന്ന് എനിക്കറിയാം മോളെ. ഇപ്പോൾ കയറി വന്നവളില്ലേ, അവള് ഇവിടെ വരുന്ന ആർക്കും ആ ഓർഡറുകളും കൊട്ടേഷനുകളും കൊടുക്കാറില്ല. അവൾ അതെങ്ങനെയെങ്കിലും തട്ടിപ്പറിച്ചെടുക്കും. അതാണ് അവളുടെ രീതി. അതെ, അവൾ ആരാണെന്നറിയാവോ? മരണ വീടുകളോ ദുർമരണങ്ങളൊക്കെ സംഭവിക്കുന്ന വീടുകളൊക്കെ ഇല്ലേ, അതൊക്കെ വളരെ കുറഞ്ഞ വിലയ്ക്ക് പോയി അവൾ മേടിച്ചെടുക്കും. എന്നിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ആ വീട് പെയിന്റൊക്കെ അടിച്ച് ഇരട്ടി വിലയ്ക്ക് വിൽക്കുകയും ചെയ്യും. അങ്ങനെ സാധാരണ ആളുകളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവളാണ് അവള്. എന്തായാലും അവളോട് മുട്ടാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. മോൾ എന്തായാലും അവളെ ഒന്ന് കരുതിയിരിക്കണമെന്നൊക്കെ ആ ക്ലീനിങ് ചെയ്യുന്ന ചേച്ചി രേവതിയോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. പിറ്റേന്നായിട്ട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി മേടിച്ച ബംഗ്ലാവിലേക്ക് 2 ദിവസത്തെ താമസത്തിനായിട്ട് എല്ലാവരും പോവാനായിട്ട് റെഡി ആവുന്നുണ്ട്. രേവതിയാണെങ്കിൽ പൂവൊക്കെ കെട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. കാരണം കൊടുക്കാനുള്ളവർക്കൊക്കെ പൂ കൊടുത്തിട്ട് വേണമല്ലോ പോവാന്. അപ്പോഴേക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരുന്ന എങ്ങനെയാ സുധീരെ വീട്ടിലേക്ക് പോവാന്നേ? അത് ഞങ്ങൾ ഇത് കൊടുത്തിട്ട് ഞാനും സച്ചിയേട്ടനും കൂടി എത്തിക്കോളാം, നിങ്ങൾ പൊക്കോന്ന് പറയാനേ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിക്കെന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അങ്ങനെ സച്ചിയും രേവതിയും ഒഴിച്ച് ബാക്കി എല്ലാവരും പുതിയ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വീട് കാണുന്നതേ ചന്ദ്രമതിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ വീട് കാണുമ്പോൾ ചന്ദ്രയുടെ ഓവർ എക്സ്പ്രഷനുകളൊന്നും നമ്മുടെ വർഷയ്ക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ അയ്യോ ഇതിൻ്റെ അകമൊക്കെ എന്ത് ഭംഗിയാ, ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിരിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി അത് ബംഗ്ലാവ് പോലെ ആവുമ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നേ. അങ്ങനെ ആ വീടിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്ന അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ട്, എന്തായാലും ശ്രുതിയെ കണ്ടപ്പോൾ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്നു, ഇത്രയും ചെറുപ്രായത്തിൽ എങ്ങനെയാണ് ഇത്രയധികം വലിയ ബിസിനസ്മാനൊക്കെ ആകാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ അമ്മയെ കണ്ടപ്പോഴല്ലേ മനസ്സിലായത്, ഇത്ര ലക്ഷ്മി കടാക്ഷമുള്ള മുഖമാണ് നിങ്ങളുടെ അമ്മയുടേത്. ഇതാണ് നിങ്ങളുടെ വിജയത്തിന് കാരണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതിയെ നല്ല രീതിയിൽ പുകഴ്ത്തി അങ്ങ് വിടുന്നുണ്ട് കേട്ടോ. കാരണം ചന്ദ്രമതിയുടെ കാട്ടായങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി നല്ല പണത്തിനോട് അത്യാഗ്രഹമുള്ള ആളാണെന്നേ. അങ്ങനെ ഇതോടെ കേൾക്കുമ്പോഴേക്ക് ചന്ദ്രമതി ആകെ അങ്ങ് ഫ്ലാറ്റ് ആവുകയാണല്ലോ. അങ്ങനെ ആ സ്ത്രീ ആണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ട്, നല്ല നേരം കഴിയുന്നതിന് മുമ്പ് താക്കോല് കൈമാറണമല്ലോ, എന്നാ ഇതാ താക്കോല് പിടിച്ചോളൂ. പിന്നെ ബാങ്കിലെ പേപ്പേഴ്സ് ഒക്കെ ശരിയാവുന്നതിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റും കാര്യങ്ങളും ഒക്കെയാണ്, ഇതിലൊന്ന് സൈൻ ചെയ്തോളൂ എന്നും പറഞ്ഞിട്ട് ശ്രുതിയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും വായിച്ചു പോലും നോക്കാതെയാണ് ശ്രുതി സൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ കോപ്പിയാണെന്നും പറഞ്ഞിട്ട് ഒരു കോപ്പി നമ്മുടെ അവര് ഓണർ വൈഫിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാക്കി താക്കോല് കൊടുക്കുന്ന സമയത്ത് ബാക്കി ക്യാഷും കൊടുക്കണമല്ലോ. അങ്ങനെ 5 ലക്ഷം രൂപ അന്ന് തന്നിരുന്നല്ലോ, ബാക്കി 25 ലാക്ക് ഉണ്ടെന്നും പറഞ്ഞിട്ട് ആ 25 ലക്ഷം രൂപയും അവരുടെ കൈകളിലേക്ക് ശ്രുതി ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതിക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എൻ്റെ മോൻ്റെ കയ്യിൽ ഇത്രയും ക്യാഷ് ഉണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ടെ.
അങ്ങനെ ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഭയങ്കരമായിട്ട് ധൃതി വെക്കുകയാണ്. ശരി ശരി, ഞങ്ങൾക്ക് പോകണം, എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് ധൃതി വെക്കുമ്പോഴേക്കും എന്താ നിങ്ങളെന്താ ഇത്ര തിരക്ക് പിടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് ഈവനിങ്ങിനാണ് ഫ്ലൈറ്റ്, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്നും പറഞ്ഞിട്ട് അവരെ കള്ളന്മാരാണല്ലോ, പിടിക്കപ്പെടുന്നതിന് മുമ്പ് ആ കെട്ടിയ ക്യാഷും കൊണ്ട് മുങ്ങണമല്ലോ, അതിനു വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അവരങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ. അല്ല, നിങ്ങളുടെ ഒരു ബ്രദറും കൂടി വരാനുണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് സച്ചിയുടെ കാര്യം ആയതുകൊണ്ട് തന്നെ ശ്രുതി ഒരുമാതിരി പുച്ഛത്തോടു കൂടി അവൻ വരും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവരൊരു ടാക്സി കാറിനാണ് പോകുന്നത്. അങ്ങനെ ഈ സമയം നമ്മുടെ സച്ചിയുടെ കാറും ഇങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. ഓണടിക്കാതെ പോകുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വളവ് തിരിയുന്ന സമയത്ത് രണ്ട് കാറുകളും തമ്മിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലാഷ് ആവുന്നുണ്ട്. ഈ സമയം ആ ഡ്രൈവറും സച്ചിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചയൊക്കെ ഇടുന്നുണ്ട്. എന്നാൽ ഇവര് ഓണർമാരാണല്ലോ, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവിടെ എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് സാരമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രൈവറിനെ വഴക്ക് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങ് പോവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, കണ്ടില്ലേച്ചാ സച്ചി വന്ന് കയറുമ്പോൾ തന്നെ ആ ഓണറിനോട് വഴക്കുണ്ടാക്കിയിട്ടാണ് വരുന്നതെന്നൊക്കെ. അങ്ങനെ സച്ചിയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിലും സാരമില്ല, കുഴപ്പമില്ല, ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്നങ്ങ് എസ്കേപ്പ് ആവുകയാണ്. അവരങ്ങ് പോയി കഴിയുമ്പോഴേക്കും സച്ചി ആണെങ്കിൽ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ടല്ലോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എടാ ഈ വീടിന്റെ ഓണറുമായിട്ടാണോ നീ വഴക്കുണ്ടാക്കാൻ പോയെന്നേ? അപ്പോഴേക്കും സച്ചിക്കുന്നുണ്ട്, അതാണോ ഈ വീടിന്റെ ഓണർ? അവരെന്താ ഇത്രയും വലിയ വീടിന്റെ ഓണറായിട്ട് സ്വന്തമായിട്ടൊരു കാറ് പോലും ഇല്ലേന്നേ? അപ്പോഴേക്കും ശ്രുതി വയ്ക്കുന്നുണ്ട്, സച്ചി അവരുടെ സ്വന്തം കാറല്ലെന്ന് നിനക്കെങ്ങനെ അറിയാം? അതെ, യെല്ലോ ബോർഡ് കണ്ടാൽ അറിയില്ലേ? ഇത്രയും നാളായിട്ട് അതുപോലെ നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ, അവർ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെന്റ് കാറ് ബുക്ക് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ വായടപ്പിക്കുകയാണ്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, അച്ഛാ അയാളെ കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് തോന്നുന്നു, അയാൾ ഫ്രോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ അയാളെ കയ്യോടെ പോയി പിടികൂടട്ടെ അച്ഛാന്ന് ചോദിക്കുന്നുണ്ടേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എടാ സച്ചി, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിൽക്കണ്ട, ഇത് 3 കോടിയുടെ 5 കോടിയുടെ വീടാണ്, 3 കോടി രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞെങ്കിലും 30 ലക്ഷം രൂപയെ ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ 2 ദിവസം എല്ലാവരും കൂടിയിട്ട് ആ വീട്ടിൽ താമസിക്കുന്നുണ്ട് കേട്ടോ. ആ വീട്ടിൽ 2 ദിവസത്തെ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സ്വന്തം വീടാണെന്നുള്ള രീതിയിൽ പേര് വരെ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 ദിവസം കഴിയുന്ന സമയത്ത് ബംഗ്ലാവിന്റെ മുമ്പിൽ ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ കാറിൽ നിന്ന് ഒരാളിങ്ങനെ ഇറങ്ങി വരികയാണ്. ഇത് കാണുമ്പോഴേക്കും ചന്ദ്രയും ശ്രുതിയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയം എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ആരാണെന്നേ? അതെ, എൻ്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ നിങ്ങൾ ആരാണെന്ന് അയാൾ തിരിച്ചു ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രൻ ചോദിക്കുന്ന, അല്ല നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങളുടെ വീടാണെന്നോ? ഇതേ എൻ്റെ മോൻ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് ക്യാഷ് എണ്ണി കൊടുത്ത് മേടിച്ച വീടാണ്, ഇപ്പോൾ നിങ്ങളെന്താ ഇതുമായിട്ട് വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ, ഇത് ഞങ്ങളുടെ വീടാണെന്നേ. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, അല്ല അതേത് വകയില നിങ്ങളുടെ വീടാവുന്നത്? ഇത് എൻ്റെ സ്വന്തം വീടാണ്. ഈ സമയം സച്ചിയാണെങ്കിൽ ഇടയിൽ കയറിയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല സാർ, സാറിനെ കണ്ടിട്ട് ഒരു മാന്യനാണെന്ന് തോന്നുന്നല്ലോ, എന്താ സാർ പ്രശ്നം? ഇതിപ്പോ ഞങ്ങള് വിശ്വനാഥൻ എന്ന് പറഞ്ഞ ഈ വീടിന്റെ ഓണറുടെ കയ്യിൽ നിന്ന് 2 ദിവസം ആയതേ ഉള്ളൂ ഈ വീട് വാങ്ങിയിട്ട്. ഞങ്ങള് കഴിഞ്ഞ ദിവസമാണ് ഈ വീട്ടിലേക്ക് താമസം വന്നതെന്നൊക്കെ പറയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും അയാൾ അങ്ങ് ദേഷ്യപ്പെടുകയാണേ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇത് എൻ്റെ വീടാണ്, നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ പോലീസിനെ വിളിക്കണോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, സാർ നിങ്ങൾ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്നേ. വിശ്വനാഥൻ എന്ന് പറഞ്ഞ സാറിന് ഞങ്ങൾ 30 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഈ വീട് വാങ്ങിച്ചതെന്നൊക്കെ പറയാണേ. അപ്പോഴേക്കും വന്നിരിക്കുന്ന ആ ആള് പറയുന്നുണ്ട്, അതെ, നിങ്ങൾ പറയുന്ന വിശ്വനാഥൻ എന്ന് പറഞ്ഞ ആള് 6 മാസമായി ഇവിടെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന ആളാണ്. 6 മാസമായിട്ട് അയാള് വാടക തന്നിട്ടില്ല. അപ്പോൾ പുതിയ താമസക്കാരോ വന്നിട്ടുണ്ടെന്ന് അയൽവാസികൾ വിളിച്ചു പറഞ്ഞതിന് പ്രകാരമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയണേ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, സാർ നിങ്ങൾ എന്താ പറഞ്ഞത്? വിശ്വനാഥൻ സാറ് ഇവിടെ വാടകയ്ക്ക് താമസിച്ചതാണെന്നോ? വീണ്ടും ശ്രുതി പറയുന്നുണ്ട്, സാർ ആ വിശ്വനാഥൻ എന്ന് പറഞ്ഞ ആ സാറ് എഗ്രിമെന്റ് ഡോക്യുമെന്റ്സ് എല്ലാം ഞങ്ങളെ കാണിച്ചു തന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ വീട് വിൽപ്പനയ്ക്ക് വെച്ചത്. 30 ലക്ഷം രൂപ ഞങ്ങൾ അഡ്വാൻസും കൊടുത്തു എന്ന് പറയാനേ.
അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, താനൊക്കെ എന്ത് മണ്ടനാടോ, തന്നെ കണ്ടിട്ട് പഠിച്ച ആളെ പോലെ തോന്നുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ഫേക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇത്ര വല്ല പാടുണ്ടോ? തനിക്ക് പോയി രജിസ്റ്റർ ഓഫീസിൽ പോയി നേരിട്ട് അന്വേഷിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ആ സാറ് ചോദിക്കുന്നുണ്ട്. ഈ സമയം ഇതെല്ലാം കേട്ടിട്ട് ശ്രുതിയാണെങ്കിൽ അങ്ങ് തല കറങ്ങി താഴെ പോവാണ് കേട്ടോ. രേവതിയും വർഷയും കൂടിയിട്ട് ഓടിപ്പോയി ശ്രുതിയെ ഇങ്ങനെ പിടിച്ച് താങ്ങി എഴുന്നേപ്പിക്കുന്നൊക്കെ ഉണ്ട്. സമയം ശ്രുതിയും പൊട്ടി കരയാണ്. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ, കരഞ്ഞോണ്ടാണ് കേട്ടോ പറയുന്നത്. എന്തായാലും ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. ഇതേ എൻ്റെ ശ്രുതി മോന് 30 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് വാങ്ങിച്ച വീടാണ്. ബാക്കി പൈസ ഞങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറയാണ്. ചന്ദ്രമതി പറയുന്നതിനെല്ലാം തലയാട്ടിക്കൊണ്ട് ശ്രുതിയും നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം അയാൾ പറയുന്നുണ്ട്, എന്തായാലും പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ നോക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കുവന്നേ. അപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് വിശ്വനാഥൻ സാറിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് കോൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ നമ്പർ പോയിട്ട് സിം പോലും നിലവിലില്ലെന്നാണ് പറയുന്നത്. അതെല്ലാം കളഞ്ഞിട്ട് അയാള് ആ രാജ്യം തന്നെ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും വന്നിരിക്കുന്ന അയാൾ പറയുന്നുണ്ട്, അയാളെ ഇനി നിങ്ങൾക്ക് അയാളുടെ പൊടി പോലും കിട്ടാൻ പോകുന്നില്ല. കാരണം അയാള് നിങ്ങളെ പറ്റിച്ചതാണ്. കുടുംബത്തോടു കൂടി നിങ്ങൾ ഇത്ര മണ്ടന്മാരായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും കൂടിയിട്ട് അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ വന്നിരിക്കുന്ന അയാള്. എന്നിട്ട് ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, സർ, ഞങ്ങൾ 30 ലക്ഷം രൂപ കൊടുത്തതാണ്, അത് ഞങ്ങൾക്ക് കിട്ടണമെന്നേ. അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വിവരമില്ലാതെ കണ്ട കള്ളന്മാരുടെ കയ്യിൽ പൈസ കൊടുത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? വെറും 15 മിനിറ്റ് നിങ്ങൾക്ക് സമയം തരും. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിയാണെ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ലാന്നേ. നിങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ ഞങ്ങളിപ്പോ പിടിച്ച് എല്ലാത്തിനെയും കൂടെ വലിച്ചു പുറത്തിടുമെന്നൊക്കെ അയാൾ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഈ സമയം സച്ചി പറയുന്നുണ്ട്, സാർ, നിങ്ങൾ ആവശ്യമില്ലാതെ പിടിച്ച് ബഹളം വെക്കുമൊന്നും വേണ്ട. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുക തന്നെ ചെയ്യും. പക്ഷെ ഞങ്ങളുടെ ആ 30 ലക്ഷം രൂപയുടെ കാര്യത്തിൽ എന്താണ് ചെയ്യുന്നതെന്നേ? നിങ്ങളോട് ഇത്രയും നേരം ഞാൻ മാന്യമായ രീതിയിലാണ് സംസാരിച്ചത്. നിങ്ങൾ ഇനി പോലീസിനെ വിളിക്കാതെ സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ചു വരുത്തുകയാണ് കേട്ടോ. അങ്ങനെ പോലീസുകാർ വരുന്നുണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം നോക്കിയതിനു ശേഷം നമ്മുടെ സച്ചിയുടെ കുടുംബക്കാരെ തന്നെയാണ് കേട്ടോ വഴക്ക് പറയുന്നത്. കാരണം ഇത്രയും വലിയൊരു ഫ്രോഡ്, ഇത്രയും 30 ലക്ഷം രൂപ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് പോയിട്ടും നിങ്ങൾ ഇത്രയും പേര് ഇതെല്ലാം കണ്ടു നിന്നല്ലേ? നിങ്ങൾക്ക് ഒക്കെ എന്തിനാടോ പഠിച്ച ആളുകളെന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരെയും നല്ല രീതിയിൽ പോലീസുകാരും വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ന്യായമായിട്ട് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് ന്യായമുള്ളത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് തന്നെയാണ് പോലീസുകാരും പറയുന്നത്. അങ്ങനെ രവി പറയുന്നുണ്ട്, സാർ, 30 ലക്ഷം രൂപയാണ്, അത് ചുമ്മാതൊന്നും ഉണ്ടാവുന്നതല്ലോ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ പൈസ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് അയാളുടെ ഡീറ്റെയിൽസ് വെച്ച് ഒരു കംപ്ലൈൻറ്റ് ചെയ്യാം. ഞങ്ങൾ അതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കാം. അല്ലാതെ ഇദ്ദേഹത്തിനെ വെറുതെ ബുദ്ധിമുട്ടിക്കാതെ എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും വർഷയും ശ്രീകാന്തും സച്ചിയും രേവതിയൊക്കെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ഇങ്ങനെ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുകയാണല്ലോ. ചന്ദ്രമതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കെട്ടും കിടക്കയായിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡുകളിൽ എന്താണ് പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മുടെ നല്ല മനസ്സുള്ള രേവതിക്ക് എതിരാളിയായിട്ട് ഒരു ഹേമ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് നമ്മുടെ ചന്ദ്രമതി കൂട്ടുകൂടിയിട്ട് വീണ്ടും രേവതിയെ നശിപ്പിക്കാൻ തന്നെയാണ് കേട്ടോ ശ്രമം. ശ്രുതിയും ഒരിക്കലും നന്നാവുകയില്ല. നന്നാവാൻ പോകുന്ന മക്കളെ നമ്മുടെ ചന്ദ്രമതിയൊട്ട് നന്നാവാൻ അനുവദിക്കുകയില്ലല്ലോ. അപ്പോൾ രേവതിയുടെ പുതിയ നീക്കങ്ങളും ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കും വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.